ഇന്ത്യൻ നിർമ്മിത യുദ്ധ ടാങ്കുകളും വിമാനങ്ങളും അണിനിരക്കുന്ന ഭാരത് ശക്തി അഭ്യാസ പ്രകടനത്തിന് രാജസ്ഥാനിലെ പൊഖ്രാനിൽ പ്രൗഢോജ്വല തുടക്കം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപുള്ള പ്രധാനമന്ത്രിയുടെ അവസാന പ്രതിരോധ സേന പരിപാടി കൂടിയായി മാറുകയായിരുന്നു. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ വികസിപ്പിച്ച് നിർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ऑरेंज एरो के बाएं और हम चुप नहीं बैठेंगे, हम शत्रु संहारेंगे, हम घुस के मारेंगे, हम घुस के मारेंगे की मदद से दुश्मन के इलाके को स्कैन करते हैं और सॉफ्टवेयर डिफाइंड रेडियोस का को ध्वस्त करेंगे. इसे कोऑर्डिनेटेड एयर ऑपरेशंस भी कहा जाता है. पिनाक का शब्द पिनाक से भगवान शिव के धनुष का नाम है, जिसे उन्होंने ऋषि परशुराम को धर्म की रक्षा के लिए भेंट किया था, ताकि राक्षसों का एक उदाहरण आप अपने बिल्कुल सामने दाहिने से बाएं हरकत करते हुए पोजीशन करते ही ये गन्स अपने डायरेक्ट फायर द्वारा टारगेट ग्रुप 7 पर दुश्मन के टैंक्स को बर्बाद करेंगी. देवी और सज्जनों, अपना ध्यान टारगेट ग्रुप 7 पर ले जाएं. की क्षमता रखता है. ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകൽ. ബാലു, ഇന്ത്യയുടെ സൈനിക ശേഷി എത്രത്തോളം വിളിച്ചോതുന്നതായിരുന്നു അഭ്യാസ പ്രകടനങ്ങൾ? भारत शक्ति जिसका अवलोकन करेंगे प्रधानमंत्री. राष्ट्र की अखंडता यहाँ उपस्थित अन्य गणमान्य विभूति. ഇന്ത്യയുടെ സൈനിക ടാങ്കുകളുടെയും തേജസ് യുദ്ധവിമാനങ്ങളടക്കം നിരവധി ആയുധങ്ങളുടെയൊക്കെ തന്നെ മിസൈലുകളുടെയൊക്കെ തന്നെ ശേഷി വിളിച്ചോതിക്കൊണ്ടായിരുന്നു സൈനിക അഭ്യാസ പ്രകടനം, സൈനിക ശക്തി പ്രകടനം പൊഖ്രാനിൽ നടന്നത്. പ്രധാനമന്ത്രി ആ വേദിയിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നുള്ള അവസാനത്തെ പരിപാടിയാണ്, പ്രതിരോധ പരിപാടിയായി അത് മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി ഈ യുദ്ധ പ്രകടനങ്ങൾ വീക്ഷിച്ചു. വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഇന്ത്യയുടെ സൈനിക ശേഷി പ്രകടമാക്കുന്ന, അത് എത്രത്തോളം ദൂരം മിസൈലുകൾ പായിക്കാൻ കഴിയും എന്ന് കര, നാവിക, വ്യോമസേനകളുടെയൊക്കെ തന്നെ അഭ്യാസ പ്രകടനങ്ങൾ. ഈ 3 സേനാ വിഭാഗങ്ങളുടെയും തലവന്മാരും സാന്നിധ്യം ഉണ്ടായിരുന്നു. പൊഖ്രാനിൽ നിന്നും ബി ബാലഗോപാലുണ്ട്. ബാലു, എത്രത്തോളം സൈനിക ശേഷി വിളിച്ചോതുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു, പ്രകടനമായിരുന്നു? അക്ഷരാർത്ഥത്തിൽ പ്രൗഢഗംഭീരമായ ചടങ്ങാണ് ഇന്ന് പൊഖ്രാനിൽ, രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിൽ നടന്നത്. ഇന്ത്യക്ക് ഏത് വെല്ലുവിളിയും കര, നാവിക, വ്യോമ അതുപോലെ തന്നെ സൈബർ വെല്ലുവിളികളെ നേരിടാൻ തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമാണ് ഇന്ന് നടന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ പ്രകടനം വീക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയുടെ വിവിധ സേനാ മേധാവികളും സന്നിഹിതരായിരുന്നു. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്കുകൾ, അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് പുറമെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളുടെ പ്രകടനവും ഉണ്ടായിരുന്നു. അത് പൊഖ്രാനിൽ അല്ലായിരുന്നു, മറിച്ച് അതിന്റെ ഓൺലൈൻ സംപ്രേഷണമായിരുന്നു ഇന്ന് പൊഖ്രാനിൽ നടത്തിയിരുന്നത്. തുടർന്ന് പ്രസംഗിച്ച, ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ 5ാം തലമുറ യുദ്ധവിമാനത്തിനുള്ള നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച് നിർമ്മിക്കുന്ന ഒരു വിമാനമായിരിക്കും 5ാം തലമുറ യുദ്ധവിമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. തനിക്ക് മുമ്പുണ്ടായിരുന്ന സർക്കാരുകളുടെ സമയത്ത് ഈ ആയുധ കുംഭകോണങ്ങളുടെ കഥകളായിരുന്നു രാജ്യം കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ രാജ്യം ഈ പ്രതിരോധ മേഖലയിൽ ആത്മനിർഭരമാകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായി ഇന്ത്യൻ സേനാ വിഭാഗങ്ങളെ മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും ബി ബാലഗോപാലാണ് പൊഖ്രാനിൽ നിന്നും സൈനിക ശക്തി പ്രകടനത്തിന്റെ വിവരങ്ങൾ നൽകിയത്.